നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി സേമിയ പായസമാണ്. അതിന് വേണ്ടിയിട്ട് പച്ചരി നമ്മൾ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3-ാം പാലും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ട്, സേമിയ ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ട്. അരി ഒന്ന് പകുതി വേവാകുമ്പോഴേക്ക് നമ്മൾ സേമിയവും 2-ാം പാലും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു വിസിലാവുന്നത് വരെയെങ്കിലും നമ്മൾ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ പച്ചരിയിലേക്കും സേമിയത്തിലേക്കും ഈ ശർക്കര പാനി പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരം ഒന്ന് തിളപ്പിച്ച് വെക്കണം. നല്ലതുപോലെ തിളപ്പിച്ച് ഇതിൽ രണ്ടിലേക്ക് ഒന്ന് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ ചതച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ നല്ല മിക്സ് ആകുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1-ാം പാൽ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ ചൂടാക്കാൻ പാടില്ല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നെയ്യിൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.